നെല്ലിക്ക പഴുത്ത് കിടക്കുന്ന 1-2 ദിവസമായിട്ടോ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. ഓരോ ദിവസവും ഇറങ്ങണമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് ഇറങ്ങാറില്ല. അല്ലെന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് മഴ പെയ്യും. അങ്ങനെ എന്തെങ്കിലും കാരണം. അപ്പോൾ ദച്ചൂസിനെ കൊണ്ട് വരാൻ എന്തായാലും നടക്കില്ല. കാരണം മഴ ആയതുകൊണ്ട് തന്നെ നിറയെ ചെളിയും ഈ അട്ടയും അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ദച്ചൂസിനെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ കുറച്ച് കാടും ഉണ്ട് കേട്ടോ. അപ്പോൾ ദച്ചൂസിനെ സ്കൂളിൽ വിട്ടിട്ട് ഞാനും ചേട്ടനും കൂടെ താഴോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ വഴി അത്ര ശരിയല്ല കേട്ടോ, നല്ല ചർക്കലും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ ഇറങ്ങി. അപ്പോൾ ചേട്ടൻ ഏകദേശം ഫ്രണ്ടിലോട്ട് എത്തി. നീ പിറകെ വീഡിയോ ഒക്കെ എടുത്തിട്ട് വാ, ഞാൻ അങ്ങോട്ട് പോയി എന്തെങ്കിലും കമ്പുണ്ടോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് താഴോട്ട് ഇറങ്ങി. ഇതാണ് കേട്ടോ സ്ഥലം. അപ്പോൾ കാണുമ്പോഴത്തേക്ക് കാട് പോലെ കാണും, പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ. പുളിയും വാഴകളും മുളകും എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ ചെളിയും മഴയും എല്ലാം കൊണ്ട് നിറയെ അട്ടയുണ്ട് കേട്ടോ. എൻ്റെ ഒന്നാം തരം ശത്രുവാണ് ഈ അട്ട. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചേട്ടനൊരു കമ്പ് കിട്ടി കേട്ടോ. ചെന്ന് നോക്കിയപ്പോഴത്തേക്കും നിറയെ ഉണ്ട്. നമ്മുടെ ഇതാ ഈ മേളിലോട്ട് കാണുന്നതാണ് കേട്ടോ നമ്മുടെ വീട്. അപ്പോൾ അവിടെ നിന്ന് കാണുമ്പോഴത്തേക്കും എൻ്റെ മേൽഭാഗത്തുള്ള നമുക്ക് കൂടുതൽ കാണാൻ പറ്റും. നിറയെ നെല്ലിക്കട്ടോ. അപ്പോൾ താഴോട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ചൊക്കെ ഉണ്ട്, എന്നാലും ഏറ്റവും കൂടുതൽ മേളിലോട്ടാട്ടോ. ഇതായി കാണുന്ന പോലെ ഒരുപാട് താഴോട്ട് പച്ചയാണുള്ളത്, പഴുത്തതൊക്കെ മേളിലോട്ടാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ അതിൻ്റെ ഇടയിൽ നീ വീഡിയോ എടുത്തോ, ഞാൻ കഴിച്ചോളാം, നല്ല അടിപൊളി നെല്ലിക്കയെന്ന് പറഞ്ഞ് എന്നെ കൊതിയാക്കാൻ വേണ്ടി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും തോന്നി കഴിക്കണമെന്ന്. അങ്ങനെ ഞാൻ ഒരെണ്ണം ചോദിച്ചെങ്കിലും കട്ട പുളിപ്പായിരുന്നു കേട്ടോ, സഹിക്കാൻ വയ്യാത്ത പുളിപ്പായിരുന്നു. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, നിറയെ ഇറുന്ന് പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കവർ പിടിച്ച് കളക്ട് ചെയ്യുന്ന മാത്രം ഉണ്ടായിരുന്നു. പരിപാടി മുഴുവൻ ചെയ്യേണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ തന്നെ എല്ലാം പറിച്ചെടുക്കുന്നുണ്ട്. നല്ല കണ്ടുകൊണ്ടിരിക്കാനും നല്ല രസമുണ്ട്. അപ്പം നിറയെ താഴെ കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പറക്കിയെടുക്കാൻ എനിക്ക് പേടി കേട്ടോ. അട്ട എന്തെങ്കിലുമൊക്കെ കയറിയതാണെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ തറയുന്നൊന്നും പറക്കിയെടുത്തില്ല. അപ്പോഴും പറിച്ചിരുന്ന മാത്രം എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചേട്ടൻ അടിയിൽ നിന്നുള്ളതൊക്കെ എല്ലാം പറിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരെണ്ണം നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല വലിയതുമായിരുന്നു. ആ ഒരു വെള്ളത്തുള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞു, എടി ഇത് രക്ഷയില്ല, മേളിലോട്ട് കയറാനൊന്നും പറ്റത്തില്ല, താഴോട്ട് കമ്പൊന്നും ഇല്ല കേട്ടോ വലിഞ്ഞോട്ട് കയറാൻ. അങ്ങനെ ചേട്ടൻ കുറേയൊക്കെ കുലുക്കി തള്ളിയിട്ട് കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് കുറേ ഇങ്ങനെ ഇളവ് വീഴുന്നൊന്നുമില്ല, കുറേ പച്ച മാത്രം ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നു കേട്ടോ. പഴുത്തൊക്കെ ഒരു അനക്കവും ഇല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങോട്ടൊന്നും ഇറങ്ങാറില്ല കേട്ടോ. അത് നല്ല അടിപൊളി തെറ്റിച്ചെടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് വല്ലപ്പോഴും ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഇതൊന്നും വലുതായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പോയി ഒരു നെല്ലിക്ക് വറക്കാനായിട്ട് അങ്ങോട്ട് പോയി എന്താ ഈ ഒരാൾ ഇങ്ങനെ ഞെട്ടിയിരിപ്പുണ്ട് കേട്ടോ ഈ സാധനത്തിൽ. അപ്പോൾ എൻ്റെ തലയിലാണ് ഇതിൻ്റെ വല കൊണ്ടത്. ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഒരു കുഞ്ഞൻ ചിലന്തി കേട്ടോ, നല്ല അടിപൊളി ഭംഗിയായിരുന്നു. അതന്നെ ഞാൻ എടുത്ത് നോക്കും, ഫോക്കസ് ആക്കിയിട്ട് ഫോക്കസ് ആകുന്നുമില്ല. പിന്നെ കുറേ നേരം അതിനെ നോക്കി എന്നിട്ട് ചേട്ടൻ അപ്പോഴത്തേക്കും ഇതാ കുറേ നെല്ലിക്ക കുലുക്കി തള്ളി താഴെ ഇട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പറക്കിയെടുക്കുന്ന പക്ഷെ പേടിയുണ്ട്, അട്ടയുണ്ടോ എന്നുള്ള പേടിയുണ്ട്. എങ്കിലും പറ്റുന്നത് പോലെയൊക്കെ പറക്കിയെടുത്ത് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് വയ്യ, ഞാൻ പറക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് മാറി. ഇന്ന് ബാക്കി പരിപാടി ഫുള്ള് ചേട്ടൻ്റെയായിരുന്നു. ഞാൻ പറഞ്ഞാൽ പറക്കിക്കോ, ഞാൻ കളക്ട് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് സൈഡിലോട്ട് നിന്ന് കേട്ടോ. എന്നിട്ട് താഴത്തോട്ട് ഇറങ്ങിയിടാം. എന്നിട്ട് അവിടെയാണ് ബാക്കി നെല്ലിക്ക ഫുള്ള് വീണത്. അപ്പം ഇവിടെ ഒരു തുണി നനയ്ക്കുന്ന കല്ലുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ മേളിൽ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് നോക്കിയപ്പോഴത്തേക്കും അവിടെയും ഗതി പാട് തന്നെയാണ്, നിറയെ വെള്ളമൊക്കെ വീണ്. എനിക്ക് അട്ടയെ പേടിയായതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒന്നും ഇരിക്കാനൊന്നും പോയില്ല. അപ്പം നിറയെ നെല്ലിക്ക താഴെ വീണുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ചേട്ടൻ പാവം കേട്ടോ, കുത്തിയിരുന്ന് ഫുള്ള് പറക്കുന്നുണ്ട്. അത്രയും തള്ളിയിട്ടെങ്കിൽ എൻ്റെ ആക്രാന്തി തീർന്നില്ല കേട്ടോ. എനിക്ക് മേളിലോട്ടുള്ള എല്ലാം ഇങ്ങനെ ഇറങ്ങി പിടിച്ച് നിൽക്കുന്ന എല്ലാം പറിച്ചെടുക്കണമെന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, കുലുക്കി തള്ളിയിടാനും വീടുന്നില്ല, കമ്പിട്ടും എത്തുന്നില്ല, എന്ത് ചെയ്യണമെന്ന് ഒരു പിടിപാടില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ട് ഇത്രയും മതിയല്ലോ, വെറുതെ എന്തിനാ പറിച്ച് കളയണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു കുഞ്ഞ് കിണറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് പൊടിയും ചവറും ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്, ചെളിയൊക്കെ ആയിട്ട്. ഞാൻ ഈ അവിടെ എവിടെയും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ചേട്ടൻ ഞാൻ മൊത്തം പറക്കി കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നെന്ന് പറഞ്ഞ് ഫ്രണ്ടിലോട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും പുളി കേട്ടോ. ഞാൻ വല്ലപ്പോഴും ഇങ്ങോട്ടൊക്കെ ഇറങ്ങാറുള്ളൂ. നോക്കിയപ്പോൾ നിറയെ പുളിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ മഴ സമയമായതുകൊണ്ട് ഈ പുല്ലിൻ്റെ ഇടയിലൊന്നും കൈയിടാനും വയ്യ, എന്തെങ്കിലും ഒരു പുളിയെങ്കിലും കിട്ടിയാൽ കൊള്ളാമെന്നുമുണ്ട്. അങ്ങനെ ഞാൻ കുറേ നേരം എന്നിട്ട് തന്നെ വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ നന്നായിട്ട് കാണാൻ പറ്റില്ല, കാരണം ഞൊറിഞ്ഞു പിടിച്ചുണ്ട്, പക്ഷേ അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ കുറേ നേരം അതിൻ്റെ മുകളിൽ നോക്കി ഇട്ട് നിന്നിട്ട് ഒരു കാര്യമില്ലെന്ന് അറിയാം, എങ്കിലും നോക്കിക്കൂടെ നിന്ന്. എന്നിട്ട് താഴോട്ട് നോക്കി കേട്ടോ, ഒന്നെങ്കിലും കിട്ടുമോ എന്നുള്ള ഇതിലെ പുല്ലിൻ്റെ ഇടയിലും എല്ലാം നോക്കി. പക്ഷേ നോ രക്ഷ, അവിടെ ഫുള്ള് കാട് പിടിച്ച് വെക്കുന്നുണ്ടോ. തപ്പിയോ കുറച്ച് അട്ടയോ പഴുതാരോ എന്തെങ്കിലും കാണുമായിരിക്കും, വേറെ ഒന്നുമില്ല. അപ്പോൾ ചേട്ടൻ റെഡി ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ടിലോട്ട് പോകണം, നീ ഒറ്റയ്ക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രണ്ടിലോട്ട് പോയി കേട്ടോ. അങ്ങനെ ഞാൻ പിറകെ ചേട്ടൻ്റെ പിറകെ വാല് പോലെ ഇതാ പോകുന്നുണ്ട്. അപ്പോൾ താഴോട്ട് ഇനി സ്ഥലമുണ്ട് കേട്ടോ, അതാണ് നല്ല ഭംഗി, കുഞ്ഞൊരു അരുവിയും എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി അതൊരു ഫുൾ വീഡിയോ ആയിട്ട് വേറൊരു ദിവസം ഇടാം.
അപ്പോൾ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് പോകണം കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് ഒരു കുഞ്ഞൊരു കുഴിയൊക്കെ കണ്ടു കേട്ടോ. ചേട്ടൻ എനിക്ക് കാണിച്ചൊരു കുഴിയല്ല, ഹോള്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് പേടിപ്പിച്ചു കേട്ടോ. പിന്നെ പാമ്പിൻ്റെയാണ് സംഭവം, പാമ്പിൻ്റെ ഒന്നുമല്ല, പെരിച്ചാഴിയിലാണ് കേട്ടോ. പിന്നെ ഞാൻ പതുക്കെ വലിഞ്ഞ് മേളിലോട്ട് കയറി, എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് നെല്ലിക്കൊക്കെ കഴുകി എടുത്തിട്ടോ. അപ്പോൾ ദച്ചൂസ് വരാനാണ് വെയിറ്റ് ചെയ്തത്. കഴുകി നല്ല അച്ചാറിട്ട് കാണിച്ചു കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ എൻ്റെ മടി കാരണം ഞാൻ അന്ന് അച്ചാറൊന്നും ഇടാൻ നിന്നില്ല. കഴുകി ഫ്രഷ് ആക്കി വന്നു കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ദച്ചൂസ് വന്നു. ദച്ചൂസ് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് ദച്ചൂസിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചു. ദച്ചൂസിന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ 1-2 അമ്മാമ്മ അച്ചാറിട്ട് കൊടുക്കും, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ ഇത്രയൊന്നും ഒരുമിച്ച് ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ എടുത്ത് കിട്ടിയ പാടെ തന്നെ എന്നെ പോലെ ആക്രാന്തം കാണിച്ചെടുത്ത് കടിച്ചു കേട്ടോ. ദച്ചൂസിൻ്റെ കിള്ളി വേർന്നു, ഭയങ്കര പൊളിപ്പായിരുന്നു കേട്ടോ. അയ്യോ എൻ്റെ കുഞ്ഞു കഷ്ടപ്പെട്ടു പോയി.